CPI വിട്ടുവരുന്ന നേതാക്കൾക്ക് കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് വരികയുള്ളൂ എന്ന് ദിവാകരനും അതുപോലെ മുതിർന്ന CPI നേതാക്കളിൽ പലരും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസിലെ അംഗത്വം ലഭിച്ചത് കൊണ്ട് മാത്രമായില്ല കാര്യമായ അക്കോമഡേഷൻ, അതായത് മത്സര രംഗത്തേക്ക് കടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് താല്പര്യപ്പെടുന്നത്. പട്ടാമ്പി MLA ആയ മുഹമ്മദ് മൂസിൻ ഉൾപ്പെടെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യത CPIക്ക് വേണ്ടി നിന്നാൽ സുനിൽ കുമാറിനാണ്. ഇപ്പോഴത്തെ നേതാക്കളൊന്നും തന്നെ CPIക്ക് വേണ്ടി ആ സീറ്റ് നിലനിർത്താൻ പോകുന്നില്ല. BJP പിടിമുറുക്കിയിരിക്കുന്നു. സുനിൽ കുമാറിനെ കോൺഗ്രസിൽ കൊണ്ടുവരാൻ VD സതീശൻ പ്രത്യേകം ശ്രമം നടത്തുകയാണ്. കാരണം VD സതീശന്റെ ബാല്യകാല സുഹൃത്തു കൂടിയാണ് PS സുനിൽകുമാർ. CPIയിലെ വിഭാഗീയതയും വലിയ തോതിലുള്ള വോട്ട് മറിക്കലും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയത് CPI നേതാക്കൾ തന്നെയാണ്. സുരേഷ് ഗോപിക്ക് വോട്ട് മറിക്കാനും പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പല നേതാക്കളും പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കൃത്യമായും CJP അഥവാ CPIM-ഉം BJP-യും സംയുക്തമായി ചേർന്ന് തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPI നേതാക്കൾ കൂട്ടത്തോടെ ഇടതുപക്ഷം വിട്ട് അല്ലെങ്കിൽ CPI ബന്ധം ഉപേക്ഷിച്ച് വന്നാൽ അവരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുമോ? അവർക്കെല്ലാവർക്കും വലിയ തോതിൽ സീറ്റുകൾ കൊടുക്കുമോ? വലിയ തോതിലുള്ള ചർച്ചകളുണ്ട്. CPI ദുർബലപ്പെടുമ്പോൾ ബാക്കി നിൽക്കുന്ന നേതാക്കൾക്ക് കൂടുതൽ പരിഗണന കിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ബാക്കി നിൽക്കുകയാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം CPI എന്നത് പുകഞ്ഞ കുള്ളിയായാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അദ്ദേഹത്തിന് ഇന്നലെ കയറി വന്ന കേരള കോൺഗ്രസ് എമ്മിനെയും ജോസ് കെ മാണിയെയും തലോടാനും അവർക്ക് കൂടുതൽ താല്പര്യങ്ങൾ ഉണ്ട്. അതെല്ലാം സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് എത്രത്തോളം കഴിയും എന്നതൊക്കെയാണ് ഗവേഷണം നടത്തുന്നത്. അതല്ലാതെ ഏത് ആപത്ഘട്ടത്തിലും കൂടെ നിൽക്കുന്ന CPIയുടെ പിന്തുണാ മനോഭാവമോ അവരുടെ ത്യാഗോജ്വലമായിട്ടുള്ള പോരാട്ടമോ ഒന്നും പിണറായി വിജയൻ അറിയേണ്ട. കാരണം ഇത് ഇന്നത്തെ രാഷ്ട്രീയമാണ്. നമുക്കറിയാമല്ലോ, KB ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിർത്തിയിരിക്കുന്നത്. ഗണേഷ് കുമാറിൻ്റെ പിതാവിനെതിരെ വിശ്രമമില്ലാതെ പോരാട്ടം നടത്തിയാണ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിനെ ഇടമലയാർ കേസിൽ കുടുക്കി ജയിലിലാക്കിയത്. അതുകൊണ്ട് തന്നെ VS-നെ പോലെയോ അല്ലെങ്കിൽ മറ്റ് CPI നേതാക്കളെ പോലെയോ കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി നോക്കുന്ന ആളല്ല പിണറായി വിജയൻ. അധികാരത്തിന് വേണ്ടി വെള്ളം ചേർക്കാൻ, അധികാരത്തിന് വേണ്ടി ഏത് രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി നിൽക്കുന്ന ഒരു മൂല്യബോധവുമില്ലാത്തൊരു നേതാവാണ് പിണറായി വിജയൻ. അതുകൊണ്ട് CPI നേതാക്കളുടെ കാര്യം കട്ട